ഞാനാണ്. നമ്മളെല്ലാവരും വരുന്നു, പിരിയുന്നു, എല്ലാം കഴിയുമ്പോൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു സന്തോഷകരമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ഈ സിനിമയെക്കുറിച്ച്. അപ്പോൾ അതിനൊരു ഒരു 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 ഉത്തരം പറയാൻ വേണ്ടിയാണ് ജൂലിനെ കൂടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്താണെന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും ഒരു ഓപ്പൺ പാനൽ ഡിസ്കഷൻ ആണ്. ഈ പറഞ്ഞതുപോലെ ഡയറക്ടർ ഉണ്ട് ചോദിക്കാൻ. സർ നമുക്കൊന്ന് ഫ്രണ്ടിലോട്ട് കൂടെ. ഓക്കെ, സോ എനി ക്വസ്റ്റ്യൻസ് ഫ്രം ദ മീഡിയ? തുടക്കം സിനിമയെ പറ്റിയുള്ള ചോദ്യങ്ങൾ എന്തും ചോദിക്കാം. തുടക്കം എന്ന ചിത്രത്തെ പറ്റി എനിവൺ, എനി ക്വസ്റ്റ്യൻ? യെസ്, ഒരു ചോദ്യം ഉണ്ട്. ജൂഡ് സർ, 2018 ശേഷം ഇങ്ങനെ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സ്പെക്ടേഷൻസ് കൂടുതലാണ്. ലാൽ സാറുമായിട്ട് ചെയ്യുന്നു, അപ്പൊ ഈ ആ ഒരു ഫാമിലിയിലേക്ക് പോകേണ്ടതിനോട് ഓൾറെഡി ഒരു പ്രഷർ ഉണ്ടാവും. അപ്പൊ ഇത്രയും വലിയൊരു ക്രൂവിനോട് ഞങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൂടുതലാണ്. ഒരു ഓവർവെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ ഒരു സിനിമയും ആരും പ്രതീക്ഷിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഇത് ആക്ച്വലി കഥ തന്നെയാണ്. ഞാൻ എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും 2018 സിനിമ ചെയ്യാൻ കാരണം വീട്ടിൽ വെള്ളപ്പൊക്കം വന്നുകൊണ്ടാണ് അങ്ങനെ സിനിമ ഉണ്ടായത്. കാരണം ആ സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ല. അതുപോലെ ഒരു നല്ലൊരു കഥയാണ്. ലിനീഷ് ബാല എന്ന് പറഞ്ഞ പുതിയൊരു എഴുത്തുകാരാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയിൽ അഖിൽ കൃഷ്ണ എന്ന് പറഞ്ഞ മറ്റൊരു പുതിയ എഴുത്തുകാരനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടൊരു കഥ. ഒരു എനിക്ക് തോന്നുന്നു ഇത് കോവിഡ് സമയത്ത് വന്നൊരു കഥയാണ്. അതിനുശേഷം പല രീതിയിൽ ഇതിന് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഭാഗത്തുനിന്നായാലും അനുജൻ്റെ ഭാഗത്തുനിന്നായാലും ലാൽ സാറിൻ്റെ ഭാഗത്തുനിന്നായാലും എല്ലാം കൃത്യമായ എന്താ പറയുക, ആ കഥയിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ഓരോ സിനിമയ്ക്കും ഓരോ അപ്രോച്ചായിരിക്കും. 2018 കഴിഞ്ഞു പോയി. അതിനുശേഷം മറ്റൊരു സിനിമയും എനിക്കൊരു സിനിമ ചെയ്യാൻ തോന്നുമ്പോൾ മാത്രം, പട്ടണയാകുമ്പോൾ മാത്രം സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇതൊരു ചെറിയ സിനിമയാണ്. നേരത്തെ വൈശാഖട്ടൻ എനിക്കൊരു പണി തന്നിട്ട് പോയി, ഇത് ആക്ഷൻ സിനിമയാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇതിനകത്തൊരു ആക്ഷൻ ഉണ്ട്, പക്ഷെ ഒരു ആക്ഷൻ സിനിമയൊന്നുമല്ല. ഇതൊരു സാധാരണ കുടുംബ ചിത്രമാണ്. നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കഥയാണ്. അത്രയുള്ളൂ. അല്ല, എനിക്കത് ഒരു കഥാപാത്രത്തിന് ആപ്റ്റാണോന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ആക്ച്വലി ഇപ്പോൾ എനിക്ക് മായ കണ്ടപ്പോൾ ഈ കഥാപാത്രം ചെയ്യാൻ പറ്റിയ ആളാണെന്ന് തോന്നി. പിന്നെ അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണോ അല്ലയോ നമുക്കൊരു 2 സീനൊക്കെ ചെയ്യിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങളത് ഞാൻ തള്ളി മറിക്കുന്നില്ല, ബാക്കി സിനിമയിൽ കണ്ടോളൂ. തുടരൂരിൽ പോലും ലാലേട്ടന്റെ ആക്ഷൻ ഭയങ്കര കയ്യൊടിയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷകരാണ്, സമൂഹത്തിന്റെ ഇടയിലാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഈ പറയുന്ന പോലെ വിസ്മയുടെ റീൽസിലും കാര്യങ്ങളിലൊക്കെ അതിഗംഭീരമായിട്ടുള്ള ആക്ഷൻ പഠിക്കുന്ന രംഗങ്ങളാണെങ്കിലും ഇതുപോലെ മാർഷൽ ആർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷക സമൂഹത്തിലേക്കാണ് ഈ ചിത്രം ഇറങ്ങുന്നത്. അപ്പം ആ കഴിവുകളെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും. അല്ല, മായ ആക്ച്വലി പോയംസ് എഴുതുന്ന ആളാണ്, ബുക്ക് എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ മായയ്ക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. നമ്മുടെ കഥയ്ക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ മായയിലൂടെ, മായ എന്ന വ്യക്തി ഞങ്ങളുടെ പടത്തിലെ മീനു എന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ചില സാധനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പ്രണവേട്ടൻ ഫസ്റ്റ് ചെയ്ത ആദിയിൽ ലാലേട്ടൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിനിമയിലും ലാലേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാനത് ഒരു ചെറിയ കുടുംബചിത്രം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതായതുകൊണ്ടാണ്. ഞാൻ ലാലേട്ടനോടൊരു റിക്വസ്റ്റ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിന്നായ പോലെ കണ്ടേക്കാം സിനിമയിൽ. അത്രയേ ഉള്ളൂ. ലാലേട്ടന്റെ ആക്ഷൻ ആയിരിക്കും കൂടുതൽ. അരുൺ ഗോപി പറഞ്ഞാൽ എൻ്റെ ആക്ഷൻ ആയിരിക്കും കൂടുതൽ. വേറെ ആർക്കോടെ എനിക്ക് ചോദിച്ചോളൂ. അവിടെ ലാലേട്ടനോടാണ്. ലാലേട്ടൻ ഈ സൈഡിൽ, ഇവിടെയാണ്, ഹൈദറിലാണ്. ലാലേട്ടൻ എന്തായാലും ഈ തുടക്കം വിസ്മയ ഗംഭീരമായിട്ട് അഭിനയിക്കേണ്ടത് ആദ്യം പ്രാർത്ഥിക്കുന്നു. ലാലേട്ട, ഈ പ്രണവും വിസ്മയും നേരത്തെ പറഞ്ഞ 6ാം ക്ലാസ്സിൽ ലാലേട്ടന് ബെസ്റ്റ് ആക്ടർ കിട്ടി, പ്രണവിന് കിട്ടി. വിസ്മയുടെ കാര്യം, വീട്ടിൽ ഏറ്റവും കുറുമ്പുള്ള ഈ 2 പേരിൽ ആരാണ്? ഞാനാണ്. ചോദിച്ചാൽ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു വേഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂഡ് അനുമതി തന്നാൽ ലാലേട്ടൻ അഭിനയിക്കും.
ഒന്ന് പിന്നെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അറിയില്ല, ഞങ്ങൾ വിളിച്ച് എനിക്ക് ചാൻസ് ആണ്. താങ്ക് യു, താങ്ക് യു. ലാലേട്ടാ, ഇപ്പം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെയാണ് നിങ്ങൾ 3 പേര് ഒരു ഫ്രെയിമിൽ വരുന്ന പോലെ ഒരു സിനിമ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ലാലേട്ടൻ പ്രതീക്ഷിച്ചോളൂ, സാധിക്കുമെന്ന് എനിക്കറിയില്ല. പ്രതീക്ഷിക്കുന്നവൻ എന്താ വേണം, അങ്ങനെ സംഭവിക്കട്ടെ. ആഗ്രഹമുണ്ടോ ലാലേട്ടൻ ഒരു സിനിമ? നല്ല ആഗ്രഹമുണ്ട്, അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ആഗ്രഹിച്ചോണ്ട കാര്യമില്ല. അത് സംഭവിക്കുമ്പോഴാണല്ലോ ആഗ്രഹം സഫലീകരിക്കുന്നത്. നമുക്കത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകണം, ഒരു കഥ ഉണ്ടാകണം. ചുമ്മാ ഒരു കഥ ഉണ്ടാക്കിയിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു കഥ ഉണ്ടാകട്ടെ, അതിനൊരു സംവിധായകൻ ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടാകട്ടെ, അങ്ങനെ പറയാൻ പറ്റും. താങ്ക് യു. എനി ക്വസ്റ്റ്യൻസ്? തുടക്കം സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ക്രൂ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വളരെയധികം നന്ദി. ഒരു നല്ല ദിവസമായി മാറട്ടെ, സിനിമ നന്നാവട്ടെ. ഈ സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും നന്നായി സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സോ ഒരു ഫോട്ടോ ഫിനിഷോട് കൂടിയാണ്